നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാനൊരുങ്ങുകയാണ്. എല്ലാ വർഷവും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് കേന്ദ്ര സർക്കാർ കുറച്ചു വരികയായിരുന്നു. ഇതോടെ വൈദ്യുതീകരിച്ച വീട്ടിലെ എല്ലാ കാർഡുകാർക്കും പ്രതിമാസം 1 ലിറ്റർ വീതം നൽകിയിരുന്നത് ചുരുക്കിക്കൊണ്ട് മുൻഗണനാ വിഭാഗക്കാരായ മഞ്ഞ, പിങ്ക് കാർഡുകാർക്ക് 3 മാസത്തിൽ 1/2 ലിറ്റർ വീതം എന്നാക്കി മാറ്റി. മണ്ണെണ്ണ വിതരണം നടത്തുന്നതിന് 4 മുതൽ 5 വരെ മൊത്ത വിതരണക്കാർ ഓരോ താലൂക്കുകളിലും പ്രവർത്തിച്ചിരുന്നെങ്കിലും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് ഗണ്യമായി കുറഞ്ഞതുകൊണ്ട് എല്ലാവരും അത് ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ ഒരു ജില്ലയിൽ 1-2 ഡിപ്പോകളിലായി മണ്ണെണ്ണ വിതരണം ചുരുങ്ങിയതിനെ തുടർന്ന് 50-60 കിലോമീറ്റർ അധികം സഞ്ചരിച്ച് വേണം 1 ബാരൽ മണ്ണെണ്ണ സ്റ്റോക്ക് എടുക്കാൻ. ഇതിന് 600 രൂപയെങ്കിലും ചിലവ് വരുന്നുണ്ട്. 1 വർഷത്തിലധികം കാലം മണ്ണെണ്ണ വിതരണം ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ഇന്ധനം നിറയ്ക്കുന്ന ബാരൽ തുരുമ്പ് പിടിച്ച് ഉപയോഗയോഗ്യവുമല്ലാതായി. മണ്ണെണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിയതുകൊണ്ട് തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി സൗകര്യം വേണമെന്ന റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഉത്തരവ് മൂലം സാധാരണ ചെറുകിട ഗുഡ്സ് കാരിയർ വാഹനങ്ങളും മണ്ണെണ്ണ ലോഡ് കയറ്റാൻ തയ്യാറാവാത്ത സാഹചര്യമാണുള്ളത്. ഭക്ഷ്യധാന്യങ്ങളും പഞ്ചസാരയും സ്റ്റോക്ക് എത്തിക്കുന്നത് പോലെ മണ്ണെണ്ണയും വാതിൽപ്പടിയായി വിതരണം ചെയ്യണമെന്നാണ് വ്യാപാരികൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം.